आपने कहा है, मैं इसकी तहकीकात करूंगा और जो करने को होगा वो किया जाएगा। हमारे तरफ से कभी भी किसी भी स्टेट को आयुष्मान भारत में उनके जो बिल्स है वो पेंडिंग नहीं है, हम लोग हमेशा देते हैं। हाँ, कुछ केसेस ऐसे आते हैं जिन केसेस के बारे में कोई हमको हमारे कंप्यूटर्स हमारी डिजिटलाइजेशन के कारण हमको कुछ उसमें से अलर्ट्स मिलते हैं, उन अलर्ट्स को हम री एग्जामिन करते हैं और उसके बाद उसकी पेमेंट करते हैं। थैंक यू। लास्ट सप्लीमेंट्री माननीय अशोक राव चौहान। അങ്ങനെ കോൺഗ്രസിന്റെ നീക്കം വൻ വിജയത്തിലെത്തി. ഇപ്പോൾ നമ്മൾ കേട്ട പ്രഖ്യാപനം ആശാവർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സമരം ചെയ്യുന്ന പാവങ്ങൾക്ക് വേതനം വർദ്ധിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ആശാവർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആശാവർക്കർമാരുടെ പ്രതിസന്ധി പാർലമെന്റിൽ ഉന്നയിച്ചത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാരാണ് കഴിഞ്ഞ ദിവസം. ആശാവർക്കർമാരുടെ കഠിനാധ്വാനം കേന്ദ്രം അംഗീകരിക്കുന്നുവെന്നും പണം വിനിയോഗിച്ചതിൻ്റെയും ഒരു കണക്ക് പോലും കേരളം നൽകിയിട്ടില്ല എന്ന സത്യവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞിരിക്കുകയാണ്. ആശാവർക്കർമാരെ പട്ടിണി കിടത്തി കേരളത്തിലെ CPM സർക്കാർ കേന്ദ്രത്തിനെതിരെ ഇങ്ങനെ ആക്ഷേപമുന്നയിക്കുന്ന കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിയാണ് കോൺഗ്രസ് കാര്യങ്ങൾ ഏറ്റെടുത്തത്. കേരളവും കേന്ദ്രവും പരസ്പരം പഴിചാരുന്നത് കണ്ട് ഇതൊരു നടപടിയാകില്ല എന്നുറപ്പായതോടെയാണ് കോൺഗ്രസ് MPമാർ നേരിട്ട് പാർലമെന്റിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. MPമാരായ കൊടിക്കുന്നിൽ സുരേഷും ബെന്നി ബെഹനാനും ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും അത് ചർച്ചയ്ക്കെടുത്തപ്പോൾ MPമാരായ ശശി തരൂരും KC വേണുഗോപാലും ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനും സഭയിൽ കൊടുങ്കാറ്റാവുകയും ചെയ്തതോടെ കേന്ദ്രം ഒന്ന് കുലുങ്ങുകയായിരുന്നു. നിലവിലുള്ള 7000 രൂപയ്ക്ക് പകരം ആശാവർക്കർമാർക്ക് 21,000 രൂപ വേതനവും മറ്റ് വിരമിക്കൽ ആനുകൂല്യവും നൽകണമെന്നാണ് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടത്. അതുപോലെ സമരം ചെയ്യുന്ന ആശമാരെ ട്രേഡ് യൂണിയൻ നേതാക്കൾ അപമാനിക്കുകയാണെന്നും KC വേണുഗോപാൽ പാർലമെന്റിൽ പൊട്ടിത്തെറിക്കുന്നതും നമ്മൾ കണ്ടു. അതുപോലെ പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അവസ്ഥയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം വ്യക്തമാക്കുന്നതെന്നും ആശമാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകണമെന്നും തിരുവനന്തപുരത്തിൻ്റെ MP കൂടിയായ ശശി തരൂരും ആവശ്യപ്പെട്ടു. മലയാളത്തിൽ വിഷയം ഉന്നയിച്ച VK ശ്രീകണ്ഠൻ MP കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരുപോലെ കുറ്റപ്പെടുത്തി അവരുടെ ന്യൂനതകൾ തുറന്നുകാട്ടി. ഷാഫി പറമ്പിലും കാര്യങ്ങൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. ഇതെല്ലാം കേട്ട് BJP MPമാർ വരെ ഗ്രാമത്തിൻ്റെ മാലാഖയായ ആശാവർക്കർമാർക്കൊപ്പം കൂടെ നിന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. രാജ്യസഭയിൽ വിഷയം അവതരിപ്പിച്ച മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ BJP MP കൂടിയായ രേഖ ശർമ്മ നൽകാനുള്ള കുടിശ്ശിക ആശമാർക്ക് നൽകണമെന്നും പ്രതിമാസം വേതനവും പെൻഷനും അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടു. കോൺഗ്രസ് MPമാർക്കൊപ്പം BJPയുടെ ഉന്നത നേതാക്കന്മാർ വരെ നിന്നൊരു കാഴ്ച കണ്ടപ്പോൾ ഇന്നത് സംഭവം മാറിയിരിക്കുന്നു. സഭയിലുണ്ടായിരുന്ന കേന്ദ്രമന്ത്രിമാരും വിഷയത്തോട് എതിരായിട്ട് ഒന്നും പ്രതികരിച്ചില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെ ഒരു മാസമായി തിരുവനന്തപുരത്ത് നടന്നു വരുന്ന ആശാവർക്കർമാരുടെ സമരത്തെ ഇതോടെ ദേശീയ ശ്രദ്ധയിൽ എത്തിച്ചത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർ തന്നെയാണ്. അവരുടെ വിജയമാണ് ഇന്ന് കണ്ടത്. പക്ഷെ ഇന്ന് പുലർച്ചെ തന്നെ അതിൻ്റെ നല്ല ഫലവും വന്നിരിക്കുന്നു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നഡ്ഡ ആശാവർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയതോടെ കോൺഗ്രസിന്റെ നീക്കം വലിയ വിജയം കണ്ടു എന്ന് തന്നെ പറയാം.